ഞാൻ കാര്യങ്ങളെ വിശദമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുമെന്നതുകൊണ്ട് ഞാനൊന്നും ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ആദ്യവട്ടം MLA ആയി നിയമസഭയിൽ ചെന്നിട്ടുള്ള വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഞാൻ നിയമസഭയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെയൊക്കെ ഏൽപ്പിച്ച പല വിഷയങ്ങളുണ്ടെങ്കിലും അദ്ദേഹം തന്നെ നേരിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഏറ്റവും വൈകാരികമായി ഉന്നയിച്ച വിഷയം ഞാൻ കണ്ടിട്ടുള്ളത് വിഴിഞ്ഞത്തെയും മുതലപ്പുഴയിലെയും വിഷയമായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നീതിയുടെയും സത്യത്തിന്റെയും നന്മയുടെയും ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പാർട്ടിയും ഞങ്ങളുടെ നേതാക്കന്മാരും ഇന്നുവരെ കൈക്കൊണ്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരാശങ്കയും തോന്നിയിട്ടില്ല. മുനമ്പത്തെ സംബന്ധിച്ച് ആകെ ഒരേ ഒരു മനപ്രയാസമുള്ളത്, ജീവിതത്തിന്റെ വിഷമത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ആളുകളെ വെച്ച് അതാര് തന്നെയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് താല്പര്യങ്ങളാണെങ്കിലും ഒരിക്കലും അവരുടെ ഹൃദയവേദന വെച്ച് അതിൽ നമ്മൾ ആരും പന്താടരുത് എന്ന് മാത്രം ഒരു അഭ്യർത്ഥനയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നടത്തുന്ന ഏറ്റവും ന്യായമായ പോരാട്ടത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിയമത്തിന്റെയും സാങ്കേതികത്വത്തിന്റെയും നൂലാമാലകളിൽ കൊടുക്കാതെ പാവപ്പെട്ടവരായ സാധാരണക്കാരായ നിർധനരായ ഈ സമൂഹത്തെ ഇതിൽ നിന്നും രക്ഷിക്കാൻ, ഇതിൽ നിന്നും കരകയറ്റാൻ ഉള്ള പരിശ്രമങ്ങൾ ഇവിടെ എത്തുന്നതിന് മുമ്പേ പല രീതിയിലും പല സമയത്തും പല ദിക്കുകളിൽ നിന്നും പരിശ്രമം നടത്തിയിട്ടാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമഗ്രമായ ഇടപെടൽ, ആത്മാർത്ഥമായ ഇടപെടൽ ഈ വരുന്ന ആളുകളിൽ എല്ലാവർക്കും ബോധ്യമാണ്. ആരെത്ര മറച്ചു പിടിച്ചാലും സത്യത്തെ അങ്ങനെ മറക്കാൻ ആർക്കും കഴിയില്ല. നന്മയും സത്യവും നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും ഈ പള്ളിമുറ്റത്ത് നിന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ 100% ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ ആരെന്തു പറഞ്ഞാലും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരാണ് നമ്മൾ. ഞങ്ങൾ പറയുന്നു 100% നിങ്ങളുടെ ഹൃദയവേദന ഹൃദയത്തിലേറ്റി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളുടെ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കാൻ, ഞങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടോ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കാൻ പലപ്പോഴും ശബ്ദം താഴ്ത്തിയും സംസാരിക്കാതെയും പലപ്പോഴും ആരും കേൾക്കാതെ സംസാരിച്ചും ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ദൈവം സഹായിച്ച് നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. ആ പരിഹാരം കാണുന്നവരെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടെല്ലാം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു. നന്ദി.